ഹലോ ഗൈസ്. നമ്മുടെ ബാങ്കുകളെല്ലാം മനുഷ്യരെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഈ സഹകരണ ബാങ്കുകൾ ഈ തിരുവനന്തപുരത്തും ഇതുപോലെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആൾക്കാർ നിക്ഷേപിച്ച കാശുകൾ തിരിച്ചു കൊടുക്കാതെയും വായ്പ എടുത്ത കാശും തിരിച്ചു കൊടുക്കാതെയും ആ ബാങ്കിലെ സെക്രട്ടറിയും പ്രസിഡൻറ്റും കൂടെ വീതം ഇട്ടെടുത്ത് അവർ പാർട്ടിക്കാർ ജാളി അടിച്ച് നടക്കുന്നു. ഇപ്പോൾ പാവപ്പെട്ട തൃശ്ശൂർ തിരൂർ ഉള്ള 21 സെൻറ്റ് ഭൂമി സഹകരണ ബാങ്കിൽ ലേലം ചെയ്ത് വിറ്റത്. അത് 23,06,200 രൂപയ്ക്ക് വിറ്റ് ലേലം ചെയ്ത് ആ വീട് ജപ്തി. പാവപ്പെട്ടവരുടെ വീട് അവർ വായ്പ എടുത്ത് അവർ അത്യാവശ്യത്തിന്, അവർക്ക് 2 മക്കളാണുള്ളത്, 2 ലക്ഷം രൂപ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ ഇത്രയും രൂപയ്ക്ക് വിറ്റത്. അവർ 6 ലക്ഷം രൂപയ്ക്ക് ലോൺ എടുത്ത് ആ 6 ലക്ഷം രൂപയാണ് അവർ കൊടുക്കേണ്ടത്. ലോൺ എടുത്തത് 3 ലക്ഷത്തിന് എടുത്തിരുന്ന 6 ലക്ഷം ആയതാണ്. ആ 6 ലക്ഷം രൂപ അവരടച്ചത് 23,06,200 രൂപ കിട്ടിയപ്പോൾ ഈ 6 ലക്ഷവും പോയിട്ട് എത്ര രൂപ ബാലൻസ് നമ്മുടെ ഈ വസ്തുവിൻ്റെ ഉടമസ്ഥന് കിട്ടണം? അവർ ഈ ബാങ്കിലെ സെക്രട്ടറിയും പ്രസിഡൻറ്റും ചെയ്താണ് സഹകരണ ബാങ്കിൽ തൃശ്ശൂരുള്ളത്. ഈ 23,06,200 രൂപ കിട്ടി. ഇവർക്ക് ഒരു 10 ലക്ഷം രൂപയെങ്കിലും തിരികെ കൊടുക്കേണ്ടതാണ് ഈ വീട്ടുടമസ്ഥയ്ക്ക്. ഈ ബാങ്കിലെ സെക്രട്ടറിയും പ്രസിഡൻറ്റും അവർ വീതം ഇട്ടങ്ങ് എടുത്ത് ഇവരിപ്പം പെട്രോൾ ഒഴിച്ച് മരിക്കുമെന്നും പറഞ്ഞ് ആ കുടുംബം മൊത്തം അങ്ങനെ നിൽക്കുകയാണ്. അവർക്കിപ്പോൾ കയറി കിടക്കാൻ വീടുമില്ല. അവർക്ക് ഈ 10 ലക്ഷം രൂപ കൊടുത്താലല്ലേ അവർക്ക് എവിടെയെങ്കിലും തങ്ങാനുള്ള ഒരു വഴി അവർ കണ്ടുപിടിക്കാൻ പറ്റും. ഇവർ ഈ സഹകരണ ബാങ്കുകാർ 2 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞു. ഈ ലോകം ആകെ മാറിപ്പോയതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളെ സർക്കാർ ഇതിൽ ഇടപെട്ട് ഇതിന് തീരുമാനം എടുക്കാത്തത് കൊണ്ടാണ്. സർക്കാർ ഇടപെട്ട് തീരുമാനം എടുത്താൽ മാത്രമല്ലേ ഈ പണപ്പിശാചുക്കൾ, ഈ ബാങ്കുകാർ ഇതിൽ നിന്നും മാറുള്ളൂ. ഇവന്മാർക്ക് ജാളി അടിക്കാനും ഇവന്മാർക്ക് VIP കാറിൽ നടക്കാനും ഇവന്മാർക്ക് കൊട്ടാരം പണിയാനുമാണ് ഇവന്മാർ പാവങ്ങളുടെ ഈ വീട് ജപ്തി ചെയ്ത് ഇങ്ങനെയെല്ലാം ചെയ്യണത്. ഈ ക്രൂരത അവസാനിപ്പിക്കണം. സഹകരണ ബാങ്കാണ് കൂടുതലും ഇങ്ങനെയെല്ലാം കാണിക്കുന്നത്. കാർഷിക സഹകരണ ബാങ്കും അല്ലാത്ത സഹകരണ ബാങ്കുകളെല്ലാം ഇതെല്ലാം പാർട്ടിക്കാരുടെ കീഴിലിരിക്കുന്ന ബാങ്കാണ്. അതുകൊണ്ട് ഈ സെക്രട്ടറി പ്രസിഡൻറ്റ് എന്തും കാണിക്കാമെന്നുള്ള ഒരു അഹങ്കാരവും അധികാര പദവിയാണ് ഇവർ കാണിക്കുന്നത്. അതെല്ലാം ഒന്ന് നിർത്തലാക്കണം. അതിന് ശക്തമായ നടപടി എടുത്ത് അവർക്ക് 10 ലക്ഷം രൂപയെങ്കിലും അവർക്ക് കൊടുക്കാൻ തക്കവണ്ണം നീതി